ഈ സിനിമയിലെ ഈ കഥാപാത്രം അപർണ എന്ന കഥാപാത്രം എത്രത്തോളം ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? എൻ്റെ ലൈഫുമായിട്ട് ഈ പറയുന്ന അപർണ എന്ന ക്യാരക്ടറിന് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റൂല. ഇപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപർണ ഈസ് ബോൾഡ്, നല്ല ബോൾഡാണ്, ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. കാരണം എനിക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് എനിക്ക് പറ്റും. ഇപ്പോൾ ഒരു ട്രാവൽ ചെയ്യാനാണെങ്കിലോ അതും അല്ലെങ്കിൽ തനിയെ താമസിക്കാനാണെങ്കിലോ ഒരു സിനിമയ്ക്ക് പോകാനാണെങ്കിലോ അതുപോലെ നിറയെ ആൾക്കാരുള്ള റെസ്റ്റോറൻറ്റ് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനാണെങ്കിൽ എനിക്ക് ആരുടെയും ഒരു കൂട്ടിൻ്റെ ആവശ്യമില്ല. അപർണ ഈസ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ അപർണേനെ ഞാൻ മനസ്സിലാക്കിയത്തോളം അപർണ കുറേ കാര്യങ്ങൾ ഇൻസെക്യൂരിറ്റീസ് ഒളിപ്പിച്ച് പിടിക്കുന്ന ഒരാളാണ്. അത് ഒരു മറ്റുള്ളവർ അറിയരുത് അങ്ങനെ ഒരു ഈഗോ ഉള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ റിഗ്രറ്റ് ഉണ്ടാവരുതെന്നൊരു വാശി മാത്രമേ എനിക്കുള്ളൂ. അല്ലേ, റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്ത കാര്യം സന്തോഷം തരുന്നതാണെങ്കിൽ അതിൽ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ വൈകുന്നേരം ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രാത്രി ഒരു 11 മണിയാകുമ്പോഴത്തേക്കും സമാധാനമായിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റണം. അതിപ്പോൾ ഒരു വർക്കിന് പോയതാണെങ്കിലും ഷോപ്പിങ്ങിന് പോയതാണെങ്കിലും സിനിമയ്ക്ക് പോയി എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മൾക്ക് വൈകുന്നേരം സമാധാനം വേണം. നമ്മളെല്ലാവരും ഇപ്പം വയസ്സാം കാലത്താണെങ്കിലും കുറച്ച് സമാധാനപരമായിട്ട് ഇരിക്കാനല്ലേ നമ്മൾ നോക്കുള്ളൂ. സമാധാനം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ പറയുന്ന അപർണയും സീക്ക് ചെയ്യുന്നത് സമാധാനവും സ്നേഹവും ഒക്കെയാണ്. അപ്പം അത് ആ സീക്കിങ് എവിടെ എത്തി നിൽക്കും? അപ്പം രണ്ടുപേരുടെ ഡ്രീം സിനിമ തന്നെ. ഒരാള് AD ആയിട്ട് വർക്ക് ചെയ്യുന്നു, ഒരാള് ആക്ടിങ്ങിലൂടെ തന്നെ വരുന്നു. ശരിക്കും പറഞ്ഞാൽ സിനിമ ആയിരുന്നു ആദ്യം തൊട്ടുള്ള സ്വപ്നം, അതോ ആക്സിഡന്റലി വന്ന് ഇതായതാണോ? എനിക്ക് സിനിമ എന്ന് പറയുന്ന ഒരു സാധനത്തോടെ ഏറ്റവും വലിയൊരു ഇഷ്ടം തോന്നാൻ കാരണം വെച്ചാൽ ഞാൻ ഈ കഹോന പേര എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്താണ്. ഞാൻ ഇപ്പോൾ ഒരു റീസൺ സിനിമ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൽ സ്റ്റാർട്ടിങ് പോയിന്റ് കൊടുത്തതാണ്. കാരണം ഞാൻ ഈ പറയുന്ന പോലെ ഈ 7th പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ സ്കൂൾ കണ്ടതൊന്നുമില്ല എന്നുള്ളത് നല്ല സ്റ്റുഡൻറ്റ്. അപ്പോൾ ഞാനവിടെ അത്യാവശ്യം ഈ ഞാൻ സ്പോർട്സിൽ ഇച്ചിരി ഇതായിരുന്നു. ഈ ലോങ് ജമ്പിലൊക്കെ ഡിസ്ട്രിക്റ്റ് ഒക്കെ പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഈ സ്കൂളിലൊരു ആനിവേഴ്സറിക്ക് ടീച്ചർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, ഒരു ആനിവേഴ്സറി ഉണ്ട്, അപ്പോൾ ഡാൻസ് കളിക്കണം, താല്പര്യമുള്ളവർ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് സ്കൂൾ ലീഡറാണ്, സ്കൂൾ സ്പോർട്സിൻ്റെ ക്യാപ്റ്റനുമാണ്. ഒരു പാവം സ്റ്റുഡൻ്റ് ആണ്, എനിക്കത് ഇഷ്ടമല്ല. ബേസിക്കലി അമുൽ ബേബി എന്നൊക്കെ പറഞ്ഞാൽ ഈ ടീച്ചർമാർ പറഞ്ഞാൽ കേൾക്കണം മാത്രം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. നല്ലൊരു മകനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് താല്പര്യമുള്ളവരൊക്കെ പോയി. അപ്പോൾ ഞാൻ പോയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ടീച്ചർ പറഞ്ഞു, എൻ്റെ ഓർമ്മ ശരി സിനി എന്ന് പറഞ്ഞ ടീച്ചർ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ലിമിൻ എന്താ പോകാത്ത, എല്ലാത്തിലും പങ്കെടുക്കുന്ന ആളുകൾ അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഡാൻസ് താല്പര്യം, പക്ഷേ എനിക്ക് അങ്ങനെ അവർ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നെ പുഷ് ചെയ്ത് വിട്ടു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വിട്ടു. കുറേ പേര് കളിച്ചു, ഞാനും കളിച്ചു. അപ്പോൾ എന്നെ അവിടെ സെൻറ്ററായിട്ട് നിർത്തി, അതിൻ്റെ അകത്ത് സെൻട്രൽ ലീഡായിട്ട് നിർത്തി. അപ്പോൾ ഞാനത് ഇഷ്ടത്തോട് ചെയ്തു കഴിഞ്ഞിട്ട് ആനിവേഴ്സറിക്ക് പരിപാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല രസമായിട്ട്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഡാൻസറായിട്ടല്ല കേട്ടോ, ആ ഒരു മൊമെൻറ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ, വലിയ സംഭവം നല്ല. ആ സെയിം ടൈമിലാണ് ഈ കഹോന പേര റിലീസായി അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഒരു ഏകദേശം നിയറസ്റ്റ് ഡേറ്റിൽ പത്രത്തിലൊരു കട്ടിങ് കാണുവാണ്. ഹൃത്തിക് റോഷന് ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാൻ കയറിയതാണ്. പക്ഷേ പുള്ളിക്ക് അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല, കാരണം ഫാൻസ് മൊത്തം ആളുകൾ വന്നിട്ട് പുള്ളി വന്നിട്ട് കിച്ചൺ വഴി ചാടിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫെയിം അല്ലാട്ടോ എന്നെ അട്രാക്ട് ചെയ്തത്, ഇതെന്താ സംഭവം എന്ന് എനിക്കൊരു സംഭവം. ഈ സിനിമ അപ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളുടെ ഒരു ബുദ്ധി വളർച്ച അനുസരിച്ച് ഇത് എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ പിന്നീട് ഈ സാധനത്തോടൊരു ഫാസിനേഷൻ വന്നു. സിനിമ അതൊരു കൊള്ളാലോ, എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ ഫെയിമോ മണിയോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്, ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഞാൻ അന്ന് മുതലേ ഇപ്പോൾ ടീച്ചർ അതിനുശേഷം ഹൈസ്കൂളിൽ ചെല്ലുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ആക്ടറാണെന്ന് പറയും. അപ്പോൾ അതങ്ങനെ കയറി വന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഒരു 10th കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു. ഓൾമോസ്റ്റ് 7th സ്റ്റാൻഡേർഡിൽ തന്നെ ഈ ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഒരു 8th അല്ലെങ്കിൽ എപ്പോഴും ഉണ്ട് 10th പഠിക്കുമ്പോൾ കമൽ സാറിൻ്റെ മഞ്ഞു പോലെ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓഡീഷനൊക്കെ കിട്ടിയിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ എക്സാമിൻ്റെ സമയത്താണ് ഞാൻ ഫോട്ടോസൊക്കെ അയക്കുന്നത്. ഫോട്ടോസ് അതിൽ സെലക്റ്റായി, പക്ഷേ എക്സാമിൻ്റെ ടൈം കാരണം പോകാൻ പറ്റിയില്ല. സെലക്ട് ആവുന്നല്ല, എന്നെ ഓഡീഷൻ വിളിച്ചായിരുന്നു. പിന്നീട് തീർച്ചയായിട്ടും സിനിമ തന്നെയായിരുന്നു എൻ്റെ ഒരു ഞാൻ തീരുമാനിച്ചു ഇതാണ് എൻ്റെ ഒരു കരിയർ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീട്ടുകാർക്കും ബേസിക്കലി അറിയാമായിരുന്നു. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സിനിമ തന്നെ ആഗ്രഹിച്ചിറങ്ങി. അപ്പോൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നു, അതാണ് ഞാൻ ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഞാൻ ഇത് കാണുന്ന ആൾക്കാരോട് നമ്മൾ എന്താണോ നമുക്കിഷ്ടം അത് ചെയ്യാം. അതിന് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരാം, ബട്ട് ദർ ഇസ് എ ഡേ, നമുക്ക് അതിന് വേണ്ടിയുള്ളൊരു സമയം ദൈവം തരും. ഇഷ്ടപ്പെട്ട ജോലി കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്താലും ആ കഷ്ടപ്പാട് വലിയ നഷ്ടപ്പാടല്ല. അല്ലല്ല, ഒരിക്കലല്ല. കഷ്ടപ്പാടാണെങ്കിലും അതിൻ്റെ റിസൾട്ട് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതാണ് എൻ്റെ സംഭവം. എനിക്ക് ഇപ്പോൾ എന്താ പറയുക, ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും മോണോ ആക്ട് ആണെങ്കിലും എന്തിനാണെങ്കിലും എനിക്ക് ചെയ്യാനായിട്ട്
ചെറുപ്പം മുതലേ ഒരു മടിയില്ല, സ്റ്റേജ് ഫിയർ ഇല്ല, വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് തടസ്സവും കാര്യങ്ങളൊന്നുമില്ല, ആരും ഡിമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. എൻ്റെ കസിൻസ് ആണെങ്കിൽ അവർക്കും ഭയങ്കര അഭിമാനമായിരുന്നു, അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു രീതിയിലുള്ള വെല്ലുവിളികളൊന്നും വന്നിട്ടില്ല. എൻ്റെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ത്രൂ ആങ്കറിങ് ആണ്. ആങ്കറിങ് ചെറിയ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരാളാണ്. ആങ്കറിങ് 2018 സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മാസത്തിനുള്ളിൽ ഞാൻ ചെയ്യണത് ഏഷ്യാനെറ്റിൻ്റെ ഫിലിം അവാർഡ്സിൻ്റെ റെഡ് കാർപ്പറ്റാണ്. ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കമൽ ഹാസനെ. അപ്പം തുടക്കം മുതലേ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ആ സമയത്താണെങ്കിൽ ചില ആളുകൾക്ക് ഒരു എന്താ പറയുക, കമൽ ഹാസനൊക്കെ വരുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഒക്കെ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അമ്മ പറയുമായിരുന്നു, പണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വരുമ്പോൾ പോലും ഒരു ടെൻഷൻ അടിച്ച് അങ്ങനെയൊന്നല്ല, അങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് ഒന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. സോ എല്ലാം ഒരു ലക്കായിട്ടും ഒരു അനുഗ്രഹമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുശേഷം പിന്നെ ഹാപ്പി സർദാറിലേക്ക് വരുന്നതും ഈ ഒരു ആങ്കറിങ് ത്രൂ തന്നെയാണ്. അങ്ങനെ ഒരു ഓഡിഷൻ കഴിഞ്ഞ് കൺഫേം ആയി, ഓക്കെ, അത് പോയി ഷൂട്ട് കഴിഞ്ഞ് പാട് ശരിക്കും സ്ട്രഗിൾ ചെയ്തതും ടെൻഷൻ അടിച്ചതും ഞെട്ടിപ്പോയതും ISL കൺഫേം ആയപ്പോഴാണ്. ഫുട്ബോൾ അറിയില്ല, ഫുട്ബോൾ അറിയില്ല, കളിക്കുന്ന ആൾക്കാരെ അറിയില്ല, പേരുകളാണെങ്കിൽ വായിക്കൊള്ളാത്ത പേരും, പഠിക്കാൻ തന്നെ 2 ദിവസം എടുക്കും. അതെ, അങ്ങനെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഫുൾ അലമ്പായി. ഷോൻ്റെ പേര് പോലും ശരിക്കും പറയാണ്ട് മൊത്തത്തിൽ തെറ്റിച്ച് അവസാനം ഇത് PCR EP ത്രൂ ചീത്തയൊക്കെ കേട്ട് അവിടെ നിന്ന് സെറ്റ് മുണ്ടിൻ്റെ തുമ്പ് പിടിച്ചിരുന്ന് കരഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോ പ്രൊഡ്യൂസർ ശ്രീജിത്താണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു സപ്പോർട്ടും ആ ഒരു മോട്ടിവേഷനും കൊണ്ടാണ് കേട്ടോ ഇപ്പം ISL 3 സീസൺ ഹോസ്റ്റ് ചെയ്തു. അതായത് IPL 2 സീസണായി. അത്രയും പിടിച്ചു നിൽക്കുന്നത് ഒരാളുടെ മോട്ടിവേഷൻ ഉള്ളത് കൊണ്ടായിരുന്നു പുള്ളിയുടെ. അങ്ങനെ ഇപ്പം ഏത് മേഖലയിലും കൈവയ്ക്കാനായിട്ടൊരു കോൺഫിഡൻസ് ആയി. അത്ര ഈ ഫുട്ബോളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ലൈവായിട്ട് നമുക്ക് ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റില്ല. അതുമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് തന്നെ ചുറ്റിക്കറങ്ങണം. അപ്പൊ അതൊരു പെൺകുട്ടിയെ സംബന്ധിച്ച് സ്പോർട്സ് അത്ര ഫോളോ ചെയ്യാത്ത ആളെന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ഇപ്പൊ ചിന്തിക്കുമ്പോൾ വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അന്ന് 19 വയസ്സോ 20 വയസ്സെങ്ങാണ്ട് ആവുന്നേ ഉള്ളൂ കേട്ടോ. ഫുട്ബോൾ അറിയാൻ മേല. ഞാൻ EP വെച്ചൊരു ഇവൻറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിരിക്കുന്നതൊക്കെ ചെറിയ ഇവൻറ്റ്സാണ്. അതുപോലെ തന്നെയുണ്ട് ഒരു PCR കണ്ടിട്ടില്ല ഇതുവരെ. ഒരു സ്റ്റുഡിയോയിൽ ഇങ്ങനെ 4 ക്യാമറ ചുറ്റും ഇരിക്കുന്നത് കണ്ടിട്ടില്ല. കൂടെ ജോപ്പോളഞ്ചേരി, ഷൈജു ദാമോദരൻ, വിഷ്ണു ഉണ്ട്. ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത നമ്മൾ ബിഗിനിങ് ബേബി സ്റ്റെപ്പാണ് അതൊക്കെ. അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട് എനിക്ക് വിറച്ചത് അവിടെ സ്റ്റുഡിയോനുള്ളിൽ ഭയങ്കര തണുപ്പായിട്ട് ഞാൻ ഇങ്ങനെ വിറച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. പേടിച്ചിട്ടാണോ അത് തണുത്തിട്ടാണോ ഒന്നും അതുപോലും തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളങ്ങനെ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ അത്രയും വലിയ ആ ഒരു സ്റ്റാർ സ്പോർട്സിൻ്റെ മുംബൈയിലേക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് കയറി പോകുന്നത് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് ഫ്ലൈറ്റിൽ പോലും കയറിയിട്ടില്ല ഞാൻ. അങ്ങനെ അവിടെ ഒരൊറ്റ റൂമിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലാണ് താമസം. ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ആരുമില്ല, കൂട്ടിനാരുമില്ല. ഇത് ഫുട്ബോള് പഠിക്കണമെങ്കിൽ അറിയണമല്ലോ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. ഞാൻ എഴുതിയൊക്കെ പഠിച്ചിട്ടുണ്ട്. തിയറി പഠിക്കുന്ന പോലെ എഴുതി പഠിച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാ പ്ലേയേഴ്സിന്റെ പേര്, അവരുടെ ഭാര്യയുടെ പേര്, ഇതിനു മുമ്പ് കളിച്ചതൊക്കെ അറിയാം. മുമ്പുള്ള ടീം എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്, പക്ഷെ ഫുട്ബോൾ കളി അറിയാമല്ല. അങ്ങനെയൊക്കെ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ മേലാണ്ട് വരെ ഇരുന്നിട്ടുണ്ട്. വേറെ കാര്യമുണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഏറ്റവും സെൻറ്ററിൽ സ്റ്റാർട്ടിങ് തന്നെ ഏറ്റവും ടോപ്പിൽ നിന്നാണ്. ഇപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര പോലുള്ള ആൾക്കാരൊക്കെ ലോക്കൽ ചാനലിൽ നിന്നാണ് തുടങ്ങിയത്. ഇത് ഏകദേശം ഏറ്റവും മേളിൽ നിന്നാണ് പോകുന്നത്. അത് അല്ല, അത് അത്ര അതുകൊണ്ട് അതിന്റെ എക്സ്പീരിയൻസ് ഇപ്പൊ ഈ പറയുന്നതിന്റെ ഒക്കെ ബേസ് റീസൺ അത് തന്നെ. അത്ര ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, നമുക്ക് ആ സ്റ്റേജ് ഫിയർ എന്നൊരു സംഭവം മാറിപ്പോകും. അതെ, ആ ഒരു എക്സ്പീരിയൻസും അത് എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിപ്പം എൻ്റെ ആങ്കറിങ് കരിയറിലും ആക്ടിങ് കരിയറിലും മാത്രമല്ല, ഇപ്പം 4 ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ, ഒരഭിപ്രായം പറയുന്നതിലാണെങ്കിൽ, തനിയെ താമസിക്കുന്നതിലാണെങ്കിൽ, ട്രാവൽ ചെയ്യുന്നതിലാണെങ്കിൽ, ഒരു ഡിസിഷൻ എടുക്കുന്നതിലാണെങ്കിലൊക്കെ അന്ന് അവിടെ നിന്ന് കിട്ടിയ കോൺഫിഡൻസ് ഇപ്പോഴും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പറയുമ്പോഴാണ് ഇപ്പം നമ്മൾ മലയാള സിനിമ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ഞാൻ ഈ ചോദ്യം വരാത്ത എന്താണെന്ന് ഇത് പറഞ്ഞപ്പോഴാണ് അത് കണക്ട് ആയി. കാരണം വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, കാരണം ഒരു ആരൊക്കെയാണെന്ന് ആർക്കൊക്കെ അറിയാം പേരുകളൊന്നും, പക്ഷെ ഇത്
വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരെയും കൂടെ ഒരു തെറ്റും ചെയ്യാത്തവരും ഇതിനകത്ത് ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലർക്കും അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇപ്പൊ ഉള്ളവരെ പോലെ നീ ഇങ്ങനെ ചെയ്തിട്ടാണോ ആയത്, സംശയാസ്പദമായ കണ്ണുകൾ കൊണ്ട് എല്ലാരെയും സംശയിക്കുന്നു. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ഇത് ഒറ്റയ്ക്കാണ് സർവൈവ് ചെയ്യുന്നത്. അപ്പൊ ഉറപ്പായിട്ട് അതിനുള്ള ചലഞ്ചസ് ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് ഇത് ഫേസ് ചെയ്യുന്നത്? ഈ കാസ്റ്റിംഗ് ഹൗസ് ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടോ മലയാള സിനിമയിൽ? വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ? കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഒന്നും ഞാൻ ഇതുവരെ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ ഹാപ്പി സർദാർ വന്നതാണെങ്കിലും ജി ചേട്ടൻ ത്രൂ ആണ്. ഞങ്ങളുടെ എക്സൽ ആങ്കേഴ്സിൻ്റെ CEO ആണ് പുള്ളി ത്രൂ ആണ്. സുദീപ് ഏട്ടൻ പോയിട്ട് നമ്മൾ ഓഡിഷൻ കൊടുക്കുന്ന ഗീതിക ചേച്ചിയുണ്ട്. അത് വരുന്നത് കൂണ് വരുന്നതും മൈ ബ്ലഡി ജീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിമാണ്. അതും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഞാൻ വേറൊരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്. അത് ത്രൂ കാസ്റ്റിംഗ് ആണ്. എൻ്റെ ഫോട്ടോ കണ്ടിട്ട് എന്നെ അങ്ങനെ വിളിച്ചതാണ്. എൻ്റെ മുൻപുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും അവർ നോക്കിയിട്ടില്ല. ധന്യ ബാലകൃഷ്ണനാണ് അതിനകത്ത് മെയിൻ ലീഡ്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എൻ്റെ സ്വന്തം നാട്ടിലാണ് ഷൂട്ട്. തൊടുപുഴ വെച്ചിട്ടായിരുന്നു പടത്തിൻ്റെ ഷൂട്ട്. പിന്നെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു വൈബുണ്ട്. നമ്മളെ അടുത്ത് ഇങ്ങോട്ട് അങ്ങനെ പെരുമാറാൻ പറ്റുമോ, അങ്ങനെ ഒരു ചോദ്യം ആ കുട്ടീനോട് ചോദിക്കുന്നത് സേഫ് ആണോ എന്നൊരു ചോദ്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഉള്ളിൽ തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് വലിയൊരു രക്ഷയാണ്. എനിക്ക് എൻ്റെ അടുത്ത് അത്ര ധൈര്യത്തിൽ ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പം ഞാൻ തല്ലാനോ ഈ പറയുന്ന പോലെ തെറി പറയാനോ ഒന്നിനും ഞാൻ പോകുന്ന ഒരാളല്ല. പക്ഷെ ചിലപ്പോൾ അവരെക്കാൾ സ്പീഡിൽ ഓടുമായിരിക്കും. പറയാവുന്ന ആളെന്ത് പോയില്ല, ഞാൻ പോയി. ഒരിക്കലും ഈ പറഞ്ഞൊരു വൈബ് ഞാനായിട്ട് ആർക്കും അങ്ങോട്ട് കൊടുത്തിട്ടില്ല. അതും താണ്ടി ഇങ്ങോട്ട് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ചെന്നൈയിലുള്ളൊരു ഫ്രണ്ട്, അത് സിനിമയുടെ കേസല്ല, ഇറ്റ് വാസ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ആഡ് ഷൂട്ടായിരുന്നു. വളരെ വലിയൊരു കമ്പനിയുടെ ഒരു ആഡ് ഷൂട്ടായിരുന്നു. അപ്പോൾ അവളെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതാണ്, എടി ഇന്ന കമ്പനി ഇന്ന ബ്രാൻഡിൻ്റെ ഒരു ഷൂട്ട് വന്നു, അവർ ഇത്ര പേയ്മെൻ്റ് ഒക്കെ പറയുന്നു എനിക്ക് എന്ന് പറയുന്നു. ആണോ, നല്ലതല്ലേ, നല്ല എക്സ്പീരിയൻസ്. പക്ഷേ അവർ പറയുന്നത് ഇങ്ങനെ തലേദിവസം ഇങ്ങനെ നേരിട്ട് ചെന്നിട്ടൊന്ന് കാണണം, ഇന്നയാൾക്ക് നിന്നെ ഒന്ന് മീറ്റ് ചെയ്യണം, ഇത്രയാണ് ആക്ച്വലി, ചെറിയ വലിയ മോഡലൊന്നും അല്ലല്ലോ, ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ, പക്ഷേ നിൻ്റെ ഫോട്ടോസും പ്രൊഫൈലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇന്ന് ഇത്ര തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ എന്ന്. ഇവരൊരിക്കലും മെസ്സേജ് ആയിട്ട് ചോദിക്കത്തില്ല ഇങ്ങനത്തെ ഒന്നും. ഇത്ര ഫോൺ വിളിക്കുക, അപ്പോൾ തന്നെ വാട്സപ്പ് കോൾ ചെയ്തിട്ട് ഇങ്ങനെ സംഭവങ്ങൾ പറയും. എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഷീസ് തമിഴ്, ചെന്നൈയിലാണ് നാടൊക്കെ. ഇങ്ങനെ ഒരു സംഭവം സിനിമയിൽ മാത്രമല്ല, അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, എല്ലായിടത്തും